ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരാൻ 2 ദിവസം മാത്രം ശേഷിക്കെ പത്തനംതിട്ടയിൽ വിജയപ്രതീക്ഷയിൽ ഇടതുമുന്നണി 53,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തോമസ് ഐസക് വിജയിക്കുമെന്നാണ് CPIM വിലയിരുത്തൽ. NDAയുടെ വോട്ട് 2 ലക്ഷത്തിനപ്പുറം കടക്കില്ലെന്നുമാണ് പാർട്ടി നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക് തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. തന്റെ സ്വപ്ന പദ്ധതിയായ വിജ്ഞാൻ പത്തനംതിട്ടയുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് തോമസ് ഐസക്. ഇപ്പോൾ തന്റെ ആശയങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തതായും അത് തിരഞ്ഞെടുപ്പിൽ തനിക്ക് ഗുണം ചെയ്തെന്നുമാണ് തോമസ് ഐസക്കിന്റെ വിലയിരുത്തൽ. 53,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ താൻ വിജയിക്കുമെന്ന പാർട്ടി വിശകലനം കൃത്യമായിരിക്കുമെന്ന് തോമസ് ഐസക് പറഞ്ഞു. പാർട്ടി വിലയിരുത്തല് 53,000 വോട്ടിന്റെ ഭൂരിപക്ഷമെങ്കിലും ഉണ്ടാവും എന്നുള്ളത് എനിക്കും അത് ഒരു ഗൗരവമായിട്ടുള്ള വിലയിരുത്തലായിട്ടാണ് ഞാൻ കാണുന്നത്. ആ ഭൂരിപക്ഷത്തിനുള്ള എല്ലാ സാധ്യതയുണ്ട്. അനിൽ ആന്റണി നവാഗതനായതിനാൽ പ്രതീക്ഷിച്ച വോട്ട് NDAക്ക് ലഭിക്കില്ല. BJPയുടെ ഒരു ഉയർന്ന നേതാവോ മറ്റോ ഒക്കെയാണ് മത്സരിക്കുന്നതെങ്കിൽ UDF BJPയുടെ പരമ്പരാഗതമായ വോട്ടുകൾ ഉറപ്പായിട്ടും പിടിച്ചു കിട്ടുന്നതാണ്. ഇവിടെ നവാഗതന് അത് ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ പുതിയ വലിയതായിട്ടുള്ള മൊബിലൈസേഷൻ നടക്കും, അതും ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കേരളത്തിൽ 14 സീറ്റ് വരെ ഇടതുമുന്നണിക്ക് ലഭിക്കും. BJP അധികാരത്തിൽ വരുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ലെന്നും ഇന്ത്യ മുന്നണി ചെറിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്നും ഡോക്ടർ തോമസ് ഐസക് വ്യക്തമാക്കി. പത്തനംതിട്ടയിൽ ഇടതുമുന്നണി വലിയ മാർജിനിൽ വിജയിക്കും എന്നാണ് ഡോക്ടർ തോമസ് ഐസക് വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. റിപ്പോർട്ടർ പത്തനംതിട്ട.